ഇതിപ്പോ കൊറേ അരി ഉണ്ടല്ലോ, എന്താ സ്പെഷ്യല്? ചിക്കൻ മക്രോണി. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ചിക്കൻ മക്രോണി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ചിക്കൻ മക്രോണി ഭയങ്കര ഇഷ്ടമാണ് അത്രേ. എന്നാൽ പിന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. അപ്പോൾ ഇതിലോട്ട് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. സവാള, തക്കാളി, പിന്നെ ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, ക്യാരറ്റ് തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടാട്ടാ. മസാലപ്പൊടികളായിട്ട് ആകപ്പാടെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡർ മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ സോസും ഇട്ടിട്ടുണ്ട്. മുട്ട വേണ്ടവർക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ ഒരു 3 മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മക്രോണി വേവിച്ച വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഒഴിച്ചിട്ട് മക്രോണിയും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇതിപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും അത്ര സിമ്പിളായിരുന്നില്ല ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ സെറ്റാണ് സംഭവം. പിന്നെ ബാക്കി എല്ലാവരുടെ പങ്കും മാറ്റിയിട്ട് എൻ്റെയിലും അഗീൻ്റെയിലും മാത്രം 2 ചീസ് സ്ലൈസ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കാരണം അവർക്കൊന്നും ചീസ് അത്ര ഇഷ്ടമില്ല. ഇന്നലെ ചൂടിയപ്പാടെ കഴിച്ചാൽ അടിപൊളിയാണ്ട. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇടുക. കാരണം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതലായിരുന്നേ. അപ്പോൾ അത്രേ ഉള്ളൂ.